ഹലോ! ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബാഗ് കണ്ടില്ലേ? ഇത് നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ട്രാവൽ ബാഗാണ് കേട്ടോ. ഇത് ഞാൻ തയ്ച്ചിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ പഴയ കർട്ടൻ ഉണ്ടാവില്ലേ? ആ ഒരു കർട്ടൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. 2 സിബ്ബ് മാത്രമാണ് കേട്ടോ നമുക്കിതിൽ ചിലവ് വന്നിട്ടുള്ളത്. അല്ലാതെ വേറെ നമുക്കിതിൽ പൈസ ചിലവൊന്നുമില്ല. പഴയ കർട്ടനാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് തുണികൾ കൊള്ളുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ബാഗിൻ്റെ ഉള്ളിലേ കുറേ തുണികൾ വെക്കാൻ പറ്റി. അപ്പം അത് കാരണം തന്നെ ഈ ബാഗ് പൊന്തിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാട്ടോ. നല്ല വെയിറ്റും ഉണ്ടേ നമ്മുടെ ഈ ഒരു ബാഗ്. നമ്മുടെ കൂട്ടുകാരൊക്കെ വേഗം നമ്മുടെ തുണിയൊക്കെ എടുത്തിട്ട് പോരെ, നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഈ ഒരു ബാഗ് തയ്ക്കാമെന്ന് നോക്കാം കേട്ടോ. ഞാനിത് കേട്ടോ എടുത്തിരിക്കണത് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ, പഴയ ഒരു കർട്ടനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ കർട്ടനൊക്കെ ഉപയോഗിക്കാതെ ഇഷ്ടം പോലെ കർട്ടൻ നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ബാഗ് തയ്ക്കാം കേട്ടോ, അടിപൊളിയായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 2 പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നീളവും വീതിയും പറഞ്ഞു തരാം കേട്ടോ, എത്രയ്ക്കാണ് എടുത്തിട്ടുള്ളതെന്ന്. ഞാൻ എടുത്തിട്ടുള്ള തുണിയുടെ നീളം 20 ഇഞ്ചും വീതി എടുത്തിട്ടുള്ളത് 25 ഇഞ്ചാണ് കേട്ടോ. അപ്പം നമ്മുടെ ബാഗിനനുസരിച്ചിട്ട് വലിപ്പം കൂടുതൽ വേണമെങ്കിൽ ഇതേ അളവെടുക്കുക. വലിപ്പം കുറവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറച്ച് അളവൊന്ന് കുറച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. 20 ഇഞ്ച് നീളവും 25 ഇഞ്ച് വീതിയും വരുന്ന നമ്മൾ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെയുള്ള വേറെ 2 പീസും കൂടിയും വേണം. അതായത് ലൈനിങ് ആണ് കേട്ടോ വേണ്ടത്. നമുക്ക് വേറെ ലൈനിങ് ഇല്ലാത്ത കാരണം ഞാൻ ഈ കർട്ടൻ്റെ തുണി തന്നെയാണ് കേട്ടോ ഇതേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഈ 2 പീസ് വെച്ചിട്ട് മുഴുവനായിട്ട് സൈഡ് കൂട്ടി അടിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് പഴയ അരിച്ചാക്കോ അങ്ങനെയുള്ള കട്ടിയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ നടുക്കിൽ, അതായത് ഈ ലൈനിങ്ങിനും നല്ല തുണിയിലും ഇടയിൽ വെച്ചിട്ട് നമുക്ക് ഇതേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു ചാക്കില്ലാത്ത കാരണം ഞാനിപ്പോൾ നമ്മുടെ ബാഗ് തുണി മാത്രം വെച്ചിട്ടാണ് കേട്ടോ തയ്ച്ച് കാണിക്കുന്നത്. അപ്പോൾ കയ്യിലുള്ളവർ അതും കൂടി വെച്ചിട്ട് തയ്ക്കുക. അപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടുന്നുണ്ടോ? നമ്മുടെ ബാഗിൽ തുണി വെച്ചില്ലെങ്കിലും തയ്ച്ച് കഴിയുന്ന സമയത്ത് അതുപോലെ തന്നെ കിട്ടും നമുക്ക്. സൈഡ് വശമൊക്കെ കൂട്ടി തയ്ച്ചതിന് ശേഷം നമ്മുടെ തുണീനെ നമ്മുടെ വീഡിയോയിൽ കാണിച്ച പോലെ നടുമടക്കി വെക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഓപ്പൺ ആയിരിക്കുന്ന വശം ഉണ്ടല്ലോ, അവിടെ നിന്നിട്ട് മേലേക്ക് 4 ഇഞ്ചും സൈഡിലേക്ക് 4 ഇഞ്ചും വെച്ചിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. അതായത് അതിൻ്റെ 2 സൈഡിലേക്കും മാർക്ക് ചെയ്തെടുക്കണം. മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ വരച്ച അതിൽ കൂടെ കത്രിക വെച്ച് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു പീസും കൂടി ഇല്ലേ, അതിലേക്ക് ഇതിനെ കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ആ സ്ക്വയർ ഇതേ രീതിക്ക് തന്നെ ആ ഒരു തുണിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ ചാക്ക് വെച്ചിട്ട് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് കേട്ടോ, അതിൻ്റെ ഉൾവശത്തേക്കാണെങ്കിൽ വരാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല പുറത്ത് നമ്മൾ മെയിനായിട്ടുള്ള തുണിയും അതിൻ്റെ ചീത്ത വശത്ത് ലൈനിങ്ങും ആയിട്ടാണേ വരാം. അപ്പോൾ നടുക്കിലാണ് കേട്ടോ ആ ചാക്കിൻ്റെ പീസ് പോവുക, അപ്പോൾ പുറത്തേക്കൊന്നും കാണില്ല. സൈഡ് വശമൊക്കെ നമ്മൾ കേട്ടോ കട്ടയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വീതിയുള്ള ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ കറക്റ്റ് സെൻറ്റർ വശം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. നമുക്കിനി ഫ്രണ്ട് വശത്ത് ഒരു പോക്കറ്റ് തയ്ച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്.
സെൻറ്റർ വശം നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്കെയിൽ എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു ഭാഗം കൂടി ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ പോക്കറ്റ് തയ്ക്കാനായിട്ട് ഇതേപോലെ മറച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും കറക്റ്റ് ഏതെങ്കിലും വശങ്ങളായാലും മതി കേട്ടോ, ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ താഴത്തും മേലും മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിതിങ്ങനെ നല്ല ഭംഗിയിൽ തയ്ച്ച വശം ഉണ്ടല്ലോ, അവിടെയാണ് കേട്ടോ മേൽവശത്തേക്ക് ആ കറക്റ്റ് ആ പോക്കറ്റിൻ്റെ വായ്വട്ടം വരുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗമാക്കി തയ്ക്കാൻ പോണത്. പിന്നെ തയ്ക്കാത്ത വശം നമ്മൾ താഴോട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എന്നിട്ട് അത് നമ്മൾ ഉള്ളിലേക്ക് മടക്കി തയ്ക്കാനാണ് കേട്ടോ ഈ രീതിക്ക് വെച്ചിട്ടുള്ളത്. പോക്കറ്റിൻ്റെ വായവശം ഒഴികെ ബാക്കിയുള്ള 3 സൈഡും നമുക്ക് ഇതേപോലെ മേൽവശത്തു കൂടെ തയ്ച്ചു കൊടുക്കാം. ഈ ഒരു പോക്കറ്റ് നമ്മൾ സിബൊന്നും വെക്കാതെ പ്ലെയിൻ ആയിട്ട് തയ്ക്കുന്ന ഒരു പോക്കറ്റാണ് കേട്ടോ. ഞാൻ നമ്മുടെ ബാഗിനെ വള്ളി തയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് 2.5 ഇഞ്ച് വീതിയും 35 ഇഞ്ച് നീളത്തിലാണ് കേട്ടോ നമ്മുടെ വള്ളി തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓരോരുത്തരും ഇഷ്ടമാണ്, എത്രയ്ക്ക് ബാഗിന് വള്ളി നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നീളം കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കുക, ഇല്ലെങ്കിൽ കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുറച്ചെടുക്കുക കേട്ടോ. തയ്ച്ച് കഴിഞ്ഞ വള്ളീനെ അത് ഇതേപോലെ താഴ്ത്തുനിന്ന് വെച്ചിട്ട് തയ്ച്ച് ഇങ്ങനെ തിരിച്ചടിച്ച് എടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെ തിരിയാതെ തന്നെ കറക്റ്റ് വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലും തയ്ച്ചെടുക്കുക. ബാഗിൻ്റെ ഫ്രണ്ട് വശത്ത് നമ്മൾ വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബാഗിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ പോക്കറ്റ് തയ്ച്ചെടുക്കുന്നില്ല. പോക്കറ്റ് വെക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ സൈഡിൽ വള്ളി വെക്കാമെന്നാണ് കേട്ടോ അപ്പോൾ കാണിക്കാൻ പോണത്. അപ്പോൾ നേരത്തെ വെച്ച പോലെ തന്നെ സെൻറ്റർ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് കറക്റ്റ് കുറച്ച് മേൽവശത്തേക്കും സെൻറ്റർ മാർക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ആ നേരത്തെ വെച്ചിട്ടുള്ള പോക്കറ്റിൻ്റെ വീതിയാണ് കേട്ടോ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു 6 ഇഞ്ച് വീതിയിലാണ് നിന്നിരുന്നത്. അപ്പോൾ അതുപോലെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു അളവിലാണ് കേട്ടോ നമ്മുടെ വള്ളി ഇങ്ങനെ വെച്ച് തയ്ക്കാൻ പോണത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വെച്ചിട്ട് ഒരു 7.5 ഇഞ്ചോളം വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. വള്ളി തിരിച്ചടിക്കാനുള്ള ഒരു അളവാണ് കേട്ടോ അത്. നമ്മുടെ ബാഗിൻ്റെ ഫ്രണ്ട് വശത്തും ബാക്ക് വശത്തുള്ള പണികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉള്ളിൽ ഒരു പോക്കറ്റ് തയ്ച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സിബ് വെച്ചിട്ടുള്ള പോക്കറ്റാണ് കേട്ടോ ഉള്ളിൽ തയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ സിബ് ഇതേപോലെ വെച്ചിട്ട് സിബ് കറക്റ്റ് നടുക്കിൽ വെച്ചതിന് ശേഷം ലൈനിങ്ങും നല്ല തുണിയും വെച്ചിട്ട് തയ്ച്ചെടുത്തിട്ട് ഇതുപോലെ മറച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിബിൻ്റെ ഒരു തലപ്പിൽ നമ്മൾ തയ്ച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വെക്കാൻ പോവാണ് കേട്ടോ കറക്റ്റ് ഉള്ളിൽ. അപ്പോൾ ഉൾവശം ഇതേപോലെ തിരിച്ച് വെച്ചതിന് ശേഷം നമുക്കിപ്പോൾ സൈഡ് ഞാൻ തയ്ച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആ തയ്ക്കണത് നമ്മൾ ഉള്ളിലേക്ക് മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത്. സിബിൻ്റെ കറക്റ്റ് ആ ഒരു വശം ഇരിക്കുന്നുണ്ടല്ലോ, അത് നേരെ തുണിയിലേക്ക് തയ്ച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്കിതുപോലെ അതിൻ്റെ സൈഡ് വശം ഉണ്ടല്ലോ 3 സൈഡ് ഇതേ രീതിക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സിബിൻ്റെ നമ്മളെങ്ങനെ തയ്ക്കാമെന്നാണ് കേട്ടോ കാണിക്കാൻ പോണത്. അപ്പോൾ ഈ സൈഡും കൂടി നമുക്ക് ഇതേ രീതിക്ക് തയ്ച്ച് വന്നതിന് ശേഷം നമ്മുടെ ആ തുണിയുടെ മേലെക്കൂടെ ആ സിബിൻ്റെ മേലെക്കൂടെയാണ് കേട്ടോ നമ്മൾ തയ്ച്ചിട്ടുള്ളത്. ഇതേട്ടോ സിബ് തുറന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി ഒരു പോക്കറ്റാണ് കേട്ടോ നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ ബാഗിൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു എന്ന് പറയാം കേട്ടോ. ഇനി ഇതിനെ കൂട്ടി വെച്ചിട്ട് നമുക്കിതിൻ്റെ മെയിനായിട്ടുള്ള സൈഡുകൾ അടിക്കലാണ് കേട്ടോ ഇനി അടുത്ത പണി.
ബാഗിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ മുഖാമുഖം വെക്കുക കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മുടെ ചീത്ത വശത്താണ് കേട്ടോ നമ്മളിനി തയ്പ്പുകൾ പോവുക. ഇനി നമുക്കിതിൻ്റെ കറക്റ്റ് ആ ഒരു സെൻറ്റർ വശത്ത് ഒരു വലിയ സിബ്ബ് വയ്ക്കാനുണ്ട്. അപ്പോൾ ആ ഒരു സിബ്ബ് വയ്ക്കണതാണ് കേട്ടോ ഇപ്പോൾ കാണിച്ച് തരുന്നത്. അപ്പോൾ അത് തയ്ക്കാൻ വേറെ പണിയൊന്നുമില്ല കേട്ടോ. അതുപോലെ സിബ്ബ് വയ്ക്കുക. സിബ്ബിൻ്റെ തൊട്ട് മേലെയായിട്ട് നമ്മുടെ തുണിയുടെ ആ ഒരു തെറ്റുവശം ഉണ്ടല്ലോ, അത് ഇതേ രീതിക്ക് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഒന്ന് തയ്ച്ചെടുത്താൽ മതി കേട്ടോ. ആ രീതിക്ക് തയ്ച്ചിട്ട് നമ്മളത് രണ്ട് വശം തയ്ച്ച് സിബ്ബ് നമ്മൾ തയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ താഴ്വശം, അതായത് ആ സിബ്ബ് വശത്തിൻ്റെ തൊട്ട് താഴെയും ആ സൈഡ് വശങ്ങളിലൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. നൂല് പായാതിരിക്കാൻ വേണമെങ്കിൽ നമുക്ക് വേറെ തുണി വെച്ചിട്ട് ഉള്ളിലേക്ക് മറിച്ചടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കാം. ഇല്ലെങ്കിൽ അതിൻ്റെ തെറ്റ് തന്നെ മടക്കി നമുക്ക് തയ്ക്കണമെങ്കിൽ ആ രീതിക്കും തയ്ച്ചെടുക്കാം കേട്ടോ. ബാഗിൻ്റെ സൈഡ് വശങ്ങളൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ട് ആ കറക്റ്റ് മൂലവശങ്ങൾ വരുന്നതാണ് കേട്ടോ നമ്മൾ കൂട്ടി തയ്ക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് മൂലകളും തമ്മിൽ കൂട്ടി പിടിച്ചിട്ട് ഇതേ രീതിക്ക് തയ്ച്ചെടുക്കുക. നമ്മുടെ ബാഗിൻ്റെ എല്ലാ സൈഡുകളൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിലത്തെ പോക്കറ്റാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിച്ച് തരുന്നത്. അപ്പോൾ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മുടെ ബാഗിനെ നമുക്ക് തിരിച്ചിട്ട് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ബാഗ് തിരിച്ചിടണമെങ്കിൽ ഇതേപോലെ സിബിൻ്റെ ആ വശം ഉണ്ടല്ലോ, കൈ വെച്ചിട്ട് ഒന്ന് അകത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഇനി ഈസി ആയിട്ട് ബാഗിനെ നമ്മൾ തിരിച്ചിട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ ബാഗിൻ്റെ ഉള്ളിലേ നമ്മൾ അരിച്ചാക്കോ എന്തെങ്കിലും വെച്ചിട്ട് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നിൽക്കണ്ടാവും. അപ്പോൾ നമ്മൾ ഉള്ളിലൊന്നും വെക്കാതെ തുണി വെച്ചിട്ട് തയ്ച്ച കാരണമാണ് ഇതിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ടൈപ്പിലിരിക്കുന്നത്. നമ്മുടെ ബാഗിൻ്റെ ഉള്ളിലേ നമ്മൾ കുറേ തുണികളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് നോക്കിയിട്ടോ. അപ്പോൾ നമ്മളതേ അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ ബാഗ് ഇരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ബാഗിൻ്റെ ഉള്ളിലേ കുറേ തുണികൾ നമുക്കതിൽ കൊള്ളിക്കാൻ പറ്റിയിട്ടോ. അപ്പോൾ അത് കണ്ട സമയത്തൊന്നും ഇത്രയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഒരുപാട് വെക്കാനും പറ്റിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. നമ്മുടെ കൂട്ടുകാരുടെ കയ്യിൽ ഇതുപോലെ പഴയ തുണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബാഗ് തയ്ച്ച് നോക്കാം കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.